അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരുത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ശരണപ്പെട്ടു. കുരുവിയെ പോലെ മലകളിൽ അലഞ്ഞു തിരിയാൻ നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിൽ ഞാൻ ശരണപ്പെട്ടു. കുരുവിയെ പോലെ മലകളിൽ അലഞ്ഞു തിരിയാൻ നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? പരമാർത്ഥ ഹൃദയരെ ഇരുട്ട് ചെയ്യാൻ പാപികൾ വില്ലുകുലച്ചിരിക്കുന്നു. ഞാനിന്മേൽ അസ്ത്രം തൊടുത്തിരിക്കുന്നു. അങ്ങ് ഒരുക്കിയത് അവർ നശിപ്പിച്ചു. നീതിമാൻ എന്തു ചെയ്യാൻ കഴിയും? കർത്താവ് തന്റെ വിശുദ്ധാലയത്തിലുണ്ട്. അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവിടുത്തെ കണ്ണുകൾ മനുഷ്യരെ കാണുന്നു. അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. നീതിമാന്മാരെയും ദുഷ്ടരെയും കർത്താവ് പരിശോധിക്കുന്നു. തിന്മയെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു. ദുഷ്ടരുടെ മേൽ മഴ പോലെ കെണികൾ നിപതിച്ചു. തീയും ഗന്ധകവും പെയ്തിറങ്ങി. കഷ്ടതയുടെ ചുടുകാറ്റ് അവരുടെ പാനപാത്രത്തിന്റെ ഓഹരി അത്രേ. കർത്താവ് നീതിമാനും നീതിയെ സ്നേഹിക്കുന്നവനുമാകുന്നു. അവിടുത്തെ മുഖം പരമാർത്ഥം ദർശിക്കുന്നു. കർത്താവേ രക്ഷിക്കണമേ. നല്ലവരില്ലാതായിരിക്കുന്നു. ഭൂമിയിൽ വിശ്വാസം ക്ഷയിച്ചിരിക്കുന്നു. മനുഷ്യൻ വ്യർത്ഥ ഭാഷണം നടത്തുന്നു. അവനോട് വ്യാജം പറയുന്നു. സത്യം മറച്ചു സംസാരിക്കുന്നു. കപട ഭാഷണം നടത്തുന്ന അധരങ്ങളെയും വമ്പ് പറയുന്ന നാവിനെയും കർത്താവ് നശിപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ അവർ പറഞ്ഞു, നാവ് കൊണ്ട് നമ്മെ തന്നെ പുകഴ്ത്താം. അധരങ്ങളും നമ്മുടേതാണല്ലോ, നമുക്ക് മേലാരുണ്ട്. ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു. പാവപ്പെട്ടവർ നെടുവേർപ്പെടുന്നു. അതിനാൽ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാനിതാ എഴുന്നേൽക്കുന്നു. എല്ലാവരുടെയും മുമ്പാകെ അവർക്ക് ഞാൻ രക്ഷ നൽകും.
കർത്താവിന്റെ വചനം നിർമ്മലമാണ്, ഏഴാവർത്തി സ്ഫുടം ചെയ്ത വെള്ളിയാണ്. കർത്താവേ, അവരെ കാത്തുകൊള്ളണമേ, ഈ തലമുറയിൽ നിന്ന് ഇവനെ എന്നേക്കുമായി സംരക്ഷിക്കണമേ. കർത്താവേ, എത്ര നാൾ അങ്ങനെ വിസ്മരിക്കും, എത്ര നാൾ എന്നിൽ നിന്ന് മുഖം തിരിക്കും, എത്ര നാൾ അങ്ങനെക്ക് ദുഃഖവും ഹൃദയത്തിൽ ഞെരുക്കവും തരും, എത്ര നാൾ ശത്രു എനിക്കെതിരെ ഉയർന്നു നിൽക്കും. ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എന്റെ മിഴികളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ അവനെ തോൽപ്പിച്ചുവെന്ന് എന്റെ ശത്രു പറയാതിരിക്കട്ടെ. ഞാൻ പരിഭ്രാന്തനാകുന്നത് കണ്ട് എന്റെ മർദ്ദകർ സന്തോഷിക്കാതിരിക്കട്ടെ. ഞാനോ അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചു, അങ്ങയുടെ രക്ഷയിൽ എന്റെ ഹൃദയം ആനന്ദിക്കും. എന്നെ രക്ഷിച്ച കർത്താവിനെ ഞാൻ സ്തുതിക്കും. ദൈവമില്ല എന്ന് ദുഷ്ടർ ഹൃദയത്തിൽ പറയുന്നു, കാപട്യത്താൽ അവർ ദുഷിച്ചു പോയി, നന്മ ചെയ്യുന്നവർ ആരുമില്ല. ജ്ഞാനിയും ദൈവത്തെ തേടുന്നവനുമുണ്ടോ എന്നറിയാൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ വീക്ഷിക്കുന്നു. എല്ലാവരും വഴിതെറ്റിപ്പോയിരിക്കുന്നു, ഒന്നടങ്കം തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു. നന്മ ചെയ്യുന്നവരില്ല, ഒരുവൻ പോലുമില്ല. അപ്പം പോലെ എന്റെ ജനത്തെ തിന്നൊടുക്കുന്ന ദുഷ്കർമ്മികളൊന്നും മനസ്സിലാക്കുന്നില്ല. അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല. ദൈവം നീതിനിഷ്ഠരോടുകൂടെയാകയാൽ ദുഷ്കർമ്മികൾ അത്യന്തം ഭയപ്പെട്ടു. അവർ ദരിദ്രന്റെ ചിന്തകളെ അവഹേളിച്ചു. കർത്താവാണല്ലോ അവന്റെ ആശ്രയം. ഇസ്രായേലിനുള്ള രക്ഷ സിഹിയോനിൽ നിന്ന് ആര് നൽകും? കർത്താവ് തന്റെ ജനത്തിന്റെ അടിമത്തം മാറ്റുമ്പോൾ യാക്കോബ് ആഹ്ലാദിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്ത കാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രന്റെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു. നൃപനാം മിശിഹാ കർത്താവേ, നീ വിലയേറും നിൻ ദിവ്യനിടത്താൽ തെറ്റിൽ നിന്നു വിമോചനമേകി നിൻ പ്രിയ സഭയെ രക്ഷിതയാക്കി. തിരുമനസ്സനിശം നിറവേറ്റാനായി യോഗ്യതയേകാൻ കനിവാകേണം. യോഗ്യതയുള്ളവരെ ഞാനും അന്വേഷിച്ചു ചെല്ലുന്നു. കർത്താവേ, നിൻ തിരുഭവനത്തിൽ നൈർമല്യത്തോടു നിലകൊള്ളാനും ദൈവിക സത്തയ്ക്കനുഗുണമാകും പാവനമാം ബലിയർപ്പിക്കാനും ആരാധകരാം നിൻ പ്രിയദാസർക്ക് അർഹത സദയം നൽകിയിടേണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വാനവദൂതഗണങ്ങൾക്കൊപ്പം ഭക്ത്യാദരവോടനുദിനമങ്ങേ സ്തുതിഗീതങ്ങൾ പാടിയിടുന്നു. കർത്താവേകൻ പരിശുദ്ധൻ നീ, ബലവാനേകൻ പരിശുദ്ധൻ നീ, രക്ഷകനേകൻ പരിശുദ്ധൻ നീ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരെ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹനമാ സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരനിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ,
ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയോടങ്ങേ വാഴ്ത്തിടാം. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാൽ നീ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൻ ശ്ലീഹായ മാർത്തോമായെ ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാൻ അർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാ ദിവ്യമാരും സാക്ഷികളും ശ്ലീഹന്മാരും പ്രേഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കാം. സൽക്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാം. അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാം. യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രഭാവമേറിയ ആകാശപരപ്പിൽ അവിടുത്തെ പുകഴ്ത്തുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രഭാവമേറിയ ആകാശപരപ്പിൽ അവിടുത്തെ പുകഴ്ത്തുവിൻ. തന്റെ ശക്തി പ്രഭാവത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ഉന്നത മഹിമാനെ കുറിച്ച് അവിടുത്തെ പുകഴ്ത്തുവിൻ. കാഹളനാദത്താൽ അവിടുത്തെ സ്തുതിക്കുവിൻ. വീണകളാലും കിന്നരങ്ങളാലും അവിടുത്തെ പുകഴ്ത്തുവിൻ. തകർപ്പുകളാലും മണ്ഡലങ്ങളാലും അവിടുത്തെ സ്തുതിക്കുവിൻ. കരുണാകരമായ കൈത്താളങ്ങളാൽ അവിടുത്തെ പുകഴ്ത്തുവിൻ. ആരും ആർപ്പവിളിയാലും അവിടുത്തെ സ്തുതിക്കുവിൻ. ജീവജാലങ്ങളെല്ലാം കർത്താവിനെ പുകഴ്ത്തട്ടെ. എല്ലാ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മിശിഹായിൽ തൻ സുതരായി നരരെ മാറ്റിയ താതനെ വാഴ്ത്തി പാടാം. മിശിഹായിൽ തൻ തൃത്വരഹസ്യം വെളിവാക്കിയിടും താതനെ വാഴ്ത്താം. മിശിഹായിൽ തൻ രക്ഷയും അറിവ് നൽകിയ താതനെ വാഴ്ത്തി പാടാം. മണ്ണിൽ വന്നു പിറന്നവനാകും ഏകാത്മജനെ നിത്യം വാഴ്ത്താം. രക്ഷകനീശോ മിശിഹാതൻ തിരുനാമമഹത്വം വാഴ്ത്തിപ്പാടാം. ദൈവികദാനം മാനവനേകും പരിപാവനനാം ബ്രൂഹരെ വാഴ്ത്താം. താതനും അതുപോൽ സുതനും പാവന റൂഹായ്ക്കും സ്തുതി എന്നും ആമേൻ. സഹോദരരെ, യോഹന്നാൻ ശ്ലീഹ എഴുതിയ 3-ാം ലേഖനം. പ്രിയപ്പെട്ടവനെ, നീ സഹോദരർക്ക് വേണ്ടി, പ്രത്യേകിച്ച് അപരിചിതർക്കു വേണ്ടി ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിന് യോജിച്ച പ്രവൃത്തികളാണ്. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തി. ദൈവത്തിന് പ്രീതികരമായ വിധം നീ അവരെ യാത്രയാക്കുന്നത് നന്നായിരിക്കും. കാരണം വിജാതീയരിൽ നിന്ന് ഒരു സഹായവും സ്വീകരിക്കാതെ അവിടുത്തെ നാമത്തെ പ്രതിയാണ് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ആകയാൽ നാം സത്യത്തിൽ സഹപ്രവർത്തകരായിരിക്കേണ്ടതിന് ഇപ്രകാരമുള്ളവരെ സ്വീകരിച്ച് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ചില കാര്യങ്ങൾ സഭയ്ക്ക് എഴുതിയിരുന്നു. എന്നാൽ പ്രഥമസ്ഥാനം മോഹിക്കുന്ന ദിയോത്രഫസ് ഞങ്ങളെ അംഗീകരിക്കുന്നില്ല. അതിനാൽ ഞാൻ വന്നാൽ
അവന്റെ ചെയ്തികളെ പറ്റി അവനെ അനുസ്മരിപ്പിക്കും. അവൻ ഞങ്ങളെ ദുഷിച്ചു സംസാരിക്കുന്നു, അതുകൊണ്ടും തൃപ്തനാകാതെ സഹോദരരെ അവൻ സ്വീകരിക്കുന്നില്ല. തന്നെയുമല്ല, അതിന് തയ്യാറാകുന്നവരെ അവൻ തടയുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവനെ, തിന്മ അനുകരിക്കരുത്, നന്മ അനുകരിക്കുവിൻ. നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിൽ നിന്നാണ്, തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടിട്ടേയില്ല. ദെമേത്രിയോസിന് എല്ലാവരിലും നിന്ന് സത്യത്തിൽ നിന്ന് തന്നെയും സാക്ഷ്യം ലഭിച്ചിരിക്കുന്നു. ഞങ്ങളും അവന് സാക്ഷ്യം നൽകുന്നു. ഞങ്ങളുടെ സാക്ഷ്യം സത്യമാണെന്ന് നിനക്കറിയാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ പിതാവും അതിരൂപതാധ്യക്ഷനുമായ മാർ യൗസേപ്പ് മെത്രാപ്പോലിത്തായെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തിൽ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്കു നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളാൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. ആമേൻ.